കൊണ്ട് നാം ഇന്ന് രാത്രി പ്രഖ്യാപിക്കുമ്പോൾ, നാം ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുമ്പോൾ, ഹല്ലേലൂയ, അവിടെയുള്ള എഴുതിയിരിക്കുന്ന വാക്യമാണ്, വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അപ്പോൾ അവിടെ വെളിച്ചമുണ്ടാകുകയാണ്. അന്ധകാരങ്ങളെല്ലാം മാറി. ഭൂമി പാഴും ശൂന്യവുമായിരുന്നു, ഇരുട്ടായിരുന്നു, അന്ധകാരമായിരുന്നു വ്യാപരിച്ചിരുന്നത്. അവിടെ ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത സാഹചര്യമായിരുന്നു, ജീവനില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ കർത്താവിന്റെ ശക്തിയേറിയ വചനം, ഇതിനെ എല്ലാത്തിനെയും ഉണ്ടാക്കിയ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുകയാണ്, വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. അപ്പോൾ ആ ഇരുൾ മാറി വെളിച്ചമുണ്ടാകുവാനായിട്ട് തുടങ്ങി. ആ ദൈവത്തിന്റെ വലിയ പ്രകാശം നിന്റെ ജീവിതത്തിൽ വരുമ്പോഴും ഇതേ ഒരു അവസ്ഥയായിരിക്കും. അന്ധകാരങ്ങൾ മാറി, അല്ലെങ്കിൽ ആകുലതകൾ മാറി, വേദനകൾ മാറി, ദുരിതങ്ങൾ മാറി, കഷ്ടങ്ങൾ മാറി, വേദനകളും രോഗങ്ങളും ബന്ധനങ്ങളും മാറി, നിന്നെ സ്വതന്ത്രമാക്കി നിർത്തുവാൻ, നിന്നെ ഒന്ന് പ്രകാശപൂർണ്ണമാക്കി തീർക്കുവാൻ, നിന്റെ വേദനകളെ മാറ്റി, നിന്റെ നിരാശകളെ മാറ്റി, നിന്നെ ശക്തമായി നിന്നെ നിർത്തുവാൻ നിന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവ് നമുക്കുള്ളത് കൊണ്ട്, ഹല്ലേലൂയ, ദൈവത്തിന്റെ വലിയ സ്നേഹം നമ്മളിലുള്ളത് കൊണ്ട് കർത്താവ് ഇങ്ങനെ കൽപ്പിക്കുകയാണ്, വെളിച്ചമുണ്ടാകട്ടെ. ആ വെളിച്ചത്തിന്റെ നിഴലിൽ അനേകർക്ക് ജീവിക്കുവാനായിട്ടുള്ള, അവിടെ ജീവൻ ഉണ്ടാകുന്നതിന്റെ ഒരു പ്രോസസ്സിംഗ് നടക്കുകയാണ്. ജീവൻ ഉടലെടുക്കുവാനായിട്ടുള്ള പ്രോസസ്സിംഗ് നടക്കുകയാണ്. അപ്പോൾ ആ അന്ധകാരം മാറുന്ന സമയത്ത് അവിടെ പുതിയൊരു ജീവൻ നിഴലിടുവാനായിട്ട് നിന്റെ ജീവിതത്തിലെ അന്ധകാരത്തിന്റെ ബന്ധനങ്ങളിലൊക്കെ ആയിരിക്കുന്ന പ്രിയമുള്ളവരോട് ഇന്ന് രാത്രി പറയുവാനായിട്ടുള്ളത്, അന്ധകാരത്തിന്റെ ബന്ധനങ്ങളിലായിരിക്കുന്നവർ ഇന്ന് രാത്രി തീവ്രമായിട്ട് ആഗ്രഹിക്കേണ്ട ദൈവത്തിന്റെ ഒരു വലിയ വെളിച്ചം. കർത്താവ് എൻ്റെ ഭവനത്തിൽ ഒരു വെളിച്ചത്തെ കൽപ്പിക്കണം. കർത്താവ് എൻ്റെ ഭവനത്തിൽ ഒരു വെളിച്ചത്തിന്റെ ഒരു ക്രിയ, ഒരു പ്രവൃത്തി അവിടെ ചെയ്യുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അന്ധകാരം മാറും, എൻ്റെ ജീവിതത്തിലെ ആകുലതകൾ മാറും, എൻ്റെ ജീവിതത്തിലെ നിരാശകൾ മാറുമെന്ന് നാം ഉറച്ച വിശ്വസിക്കുമ്പോൾ, കർത്താവിൻ്റെ നാമത്തിൽ നാം വിശ്വസിക്കുമ്പോൾ, നാം അതിനുവേണ്ടി ആ ഒരു പുതുജീവൻ നാം വിടുവാൻ വേണ്ടി, അല്ലെങ്കിൽ പുതിയൊരു സൃഷ്ടി നമ്മുടെ ജീവിതത്തിൽ നടക്കുവാൻ വേണ്ടി നാം ഒരു തയ്യാറെടുപ്പ് നടത്തുമ്പോൾ തന്നെ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി അവിടെ ഉണ്ടാകും. നമ്മൾ അതിനുവേണ്ടി തയ്യാറാകുമ്പോൾ, നാം അതിനുവേണ്ടി മുട്ടുമടക്കുമ്പോൾ, നാം നമ്മെ തന്നെ വിശുദ്ധീകരിക്കുമ്പോൾ, നമ്മുടെ പാളയം വിശുദ്ധീകരിക്കുമ്പോൾ, നമ്മുടെ ഭവനം വിശുദ്ധീകരിക്കുമ്പോൾ, നമ്മുടെ ഹൃദയത്തെ കർത്താവിൻ്റെ കുറ്റമില്ലാത്ത രക്തത്താൽ നാം കഴുകുവാൻ തീരുമാനിക്കുമ്പോൾ, അവിടെ വലിയ ഒരു ഒരുക്കപ്പെടൽ നമുക്കുണ്ടാകുമ്പോൾ അവിടെ വലിയൊരു വെളിച്ചം വ്യാപരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, അന്ധകാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച് തന്റെ സ്നേഹ സ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കിയിരിക്കുന്ന പിതാവിനെ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുകയും ചെയ്യണമെന്ന് അപ്പോസ്തലൻ ഇങ്ങനെ സഭയ്ക്ക് ലേഖനം എഴുതുന്ന സമയത്ത് പറയുന്നുണ്ട്. അതായത് നമ്മൾ അന്ധകാരത്തിലായിരുന്നു, നാം ഇരുട്ടിലായിരുന്നു, നാം നമുക്ക് തോന്നിയതുപോലെ നടന്നു, നാം പാപത്തിലും അനീതിയിലും കലഹത്തിലും കൊലപാതകത്തിലും മറ്റ് തെറ്റായ മാർഗങ്ങളിലും അക്രമത്തിലും അനീതിയിലും ഒക്കെ നടന്ന ഒരു കാലം നോക്കിയ ഒരു സമയം നമുക്കുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പുത്രന്റെ ആ ഒരു സ്നേഹം നമ്മിൽ വന്നപ്പോൾ, കർത്താവ് പിതാവ് തന്റെ പുത്രനെ അയച്ച് ഇരുട്ടിലായിരിക്കുന്ന ജനത്തെ വിടുവിച്ച സമയത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന ആ ഒരു പ്രകാശമുണ്ടല്ലോ, ആ ഒരു പ്രകാശമാണ് പ്രസരിക്കേണ്ടത് നിന്റെ ജീവിതത്തിൽ നിന്ന്. ആ ഒരു പ്രകാശം ചിലപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. കാലാകാലങ്ങളായിട്ട് ഇത്രയും എക്സ്പീരിയൻസ് വിശ്വാസത്തിലായിരിക്കുന്ന സമയങ്ങളിലൊക്കെ ചിലപ്പോൾ ആ ഒരു പ്രകാശം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കാം. പക്ഷേ എന്നാലും ഇന്ന് രാത്രി പറയുന്നത് ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ആ പ്രകാശത്തിന് വേണ്ടി ഒരിക്കൽ കൂടി ആഗ്രഹിക്കുമ്പോൾ, നിന്റെ ഭവനത്തിലേക്ക് ആ ഒരു പ്രകാശത്തെ നീ തീവ്രമായിട്ട് ആഗ്രഹിക്കുമ്പോൾ, കർത്താവിന്റെ കൃപ നിന്നിൽ വ്യാപരിക്കുവാൻ ഇടയായിത്തീരും. അവിടെ പുതിയൊരു സൃഷ്ടി വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. അവിടെ ഒരു വലിയ ദൈവിക ശക്തി വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. ആ ഒരു ദൈവത്തിന്റെ ശക്തി നമ്മിൽ വ്യാപരിക്കുമ്പോൾ നമ്മുടെ ജീവിതം പൂർണ്ണമായി മാറ്റപ്പെടുവാൻ, നമുക്ക് ചുറ്റും വെളിച്ചം പകരുന്ന, നമുക്ക് ചുറ്റും പ്രകാശം പരത്തുന്ന ഒരു വലിയൊരു ജീവിതത്തിലേക്ക് നമ്മെ നയിക്കുവാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. മനുഷ്യകുലത്തെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. നീ വലിയവനോ ചെറിയവനോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ളവനോ ആയിരുന്നാലും കർത്താവിന് നിന്നെക്കുറിച്ച് ഒരേ ഒരു പദ്ധതിയുള്ളൂ. സ്നേഹ സ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മെ ആക്കിയിരിക്കുന്നത് നാം പിതാവിന്റെ പ്രകാശത്തിൽ നടക്കുവാൻ വേണ്ടിയാണ്. പിതാവിന്റെ പ്രകാശത്തിൽ നടക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരോട് ദേഷ്യമുണ്ടാവില്ല, അസൂയ ഉണ്ടാകില്ല, കോപമുണ്ടാകില്ല, കലഹമുണ്ടാകില്ല, ഒരു പ്രശ്നങ്ങളും നമുക്ക് അവരോടില്ല.